ഹല്ലേലൂയ. പ്രിയരെ, ക്രിസ്തുവിന് ശേഷം ക്രിസ്തീയ ലോകം കണ്ട ശ്രേഷ്ഠനായ വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. റോമൻ കാരാഗ്രഹത്തിൽ വധശിക്ഷയ്ക്ക് കാത്തുകിടക്കുമ്പോഴും തൻ്റെ ഇഹലോകവാസത്തിൻ്റെ അവസാന ദിനങ്ങൾ അടുത്തു എന്നറിഞ്ഞിട്ടും ആ ക്രിസ്തു ശ്രേഷ്ഠൻ തൻ്റെ കർമ്മപഥത്തിൽ കർമ്മനിരതനായിരുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ അദ്ദേഹം നമ്മോട് വിളിച്ചു പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന ആര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, യാതൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ലെന്ന് വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും പൗലോസ് നമുക്ക് കാണിച്ചു തരുന്നു. ക്രിസ്തുവിനെ അറിയുന്നതിനു മുമ്പ് ന്യായപ്രമാണ സംബന്ധമായി താനറിഞ്ഞ പിതാക്കന്മാരുടെ പ്രമാണത്തിനെ മുറുകെ പിടിക്കുകയും അതിനുവേണ്ടി തീഷ്ണനായി നിലകൊള്ളുകയും ശൈശവദിശയിലായിരുന്ന ക്രിസ്തീയ സഭയെയും വിശ്വാസികളെയും എന്തു വില കൊടുത്തും നശിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്ത വ്യക്തി ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ തന്നെ ബലിയായി പാനീയയാഗമായി ക്രിസ്തുവിനായി സമർപ്പിക്കുന്നു. തൻ്റെ ജീവിതയാത്രയിൽ താനറിഞ്ഞ സുവിശേഷത്തിൻ്റെയും തന്നെ സ്നേഹിച്ച ക്രിസ്തുവിൻ്റെയും സ്ഥാനാപതിയായി ലജ്ജ കൂടാതെ യാത്ര ചെയ്യുകയും ഒടുവിൽ കാരാഗ്രഹവാസിയായി വധശിക്ഷ കാത്തുകിടക്കുമ്പോഴും നിജപുത്രനായ തിമത്തിയോസിനോട് ആവശ്യപ്പെടുന്നത് ശീതകാലം കഴിച്ചു കൂട്ടുവാൻ തൻ്റെ പഴയ പുതപ്പും സുവിശേഷ വ്യാപനത്തിനായി പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും മാത്രം. അതേ പ്രിയരെ, യാതൊന്നും പൗലോസിനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റിയിട്ടില്ല. എബ്രായയിൽ നിന്ന് ജനിച്ച എബ്രായനും ഇസ്രായേൽ ജാതിക്കാരനും റോമൻ പൗരനും വിദ്യാസമ്പന്നനും പ്രശംസിപ്പാൻ അനേകം കാരണങ്ങളുമുള്ള ആ ധീരയോദ്ധാവ് ഇഹലോകവാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഓട്ടമോടി തളർന്ന് ലക്ഷ്യം തെറ്റിയ ഒരു ഓട്ടക്കാരൻ്റെയോ യുദ്ധത്തിൽ പരാജിതനായ ഒരു യുദ്ധസേവകന്റെയോ ശബ്ദമായിരുന്നില്ല അത്. മറിച്ച് തന്നെ ഭരമേൽപ്പിച്ച കർത്തവ്യം നിർവഹിച്ച് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങുന്ന ധീരയോദ്ധാവിന്റെ സിംഹഗർജനമായിരുന്നു അത്. കിരീടധാരിയായി തനിക്ക് പിന്നായി കടന്നു വരുന്ന വിശുദ്ധരെ കാത്ത് പറുദീസയിൽ നമ്മുടെ യേശു കർത്താവിനൊപ്പം വിശ്രമിക്കുന്നു ആ ദീപം. പ്രിയരെ, ഏറെയായാൽ 80 കൊണ്ട് തീരുന്ന നമ്മുടെ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? ഓട്ടക്കളത്തിലെ ഓട്ടത്തിനിടയ്ക്ക് ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിയിട്ടുണ്ടോ? പൗലോസ് പറയുന്നു, നമുക്ക് മുന്നായി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. പ്രിയരെ, കൂടെ ഓടുന്നവരെ നോക്കി ഓടാതെ യേശുവിനെ മാത്രം നോക്കി ഓടാം. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്ത് പാട്ടുകാരൻ പാടിയതുപോലെ തേനിനേക്കാളും മാധുര്യമേറിയ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് ഓടിയണയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർവിൽ ചാരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.